ഇവിടെ എന്നോടൊപ്പം ഉള്ളത് മുജീബ് ഖാൻ. മുജീബ് ഖാൻ എന്തൊക്കെയുണ്ട്? പിന്നെ മുജീബ് ഖാൻ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പൊ നമ്മള് ഇന്നലെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പൊ ഇവിടുത്തെ കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർക്ക്. അപ്പൊ അതിൽ ബാക്കിയുള്ള വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ ഇനിയിപ്പോ ഫസ്റ്റ് ആയിട്ട് വീഡിയോയിൽ കയറിയിട്ട് വരുന്ന ആളോട് പറയാണ്, ഇവിടെ ഏകദേശം ചില്ലറ പൈസക്കാണ് ഇവിടെ വണ്ടി കിട്ടുന്നത്. അതുമല്ലാണ്ട് ഫുള്ള് ലോൺ, 1 രൂപ ഇല്ലാതെ എത്രയോ വണ്ടികൾ ഇവിടെ സെയിലിൽ വെച്ചിട്ടുണ്ട്. അഥവാ നിങ്ങൾ ഫുൾ ഇപ്പൊ വീഡിയോയിൽ ആദ്യം കയറിയിട്ടുണ്ട് ആളാണെങ്കിലില്ലേ, വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക്, ഫസ്റ്റ് എപ്പിസോഡിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കയറിയാൽ ഇവിടുത്തെ എല്ലാ വണ്ടികളും മാക്സിമം ഒരു 45-50 വണ്ടിന്റെ അടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ ഇതൊന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാല്. ഇത് മഞ്ചേരി, മലപ്പുറം ജില്ലയാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി. ഓക്കെ, മഞ്ചേരി കോഴിക്കോട് റോഡ്, കാലിക്കറ്റ് റോഡ്. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ 3 കിലോമീറ്റർ, 3.5 കിലോമീറ്റർ. ഈ പ്ലേസിന്റെ ഓപ്പോസിറ്റ് അമൃത വിദ്യാലയം. ഓക്കെ, അമൃത വിദ്യാലയം, നറുകര. പ്ലേസ് വരുന്ന നറുകരയാണ്. അഥവാ ഇപ്പൊ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ നേരെ മഞ്ചേരി ബസ്സിൽ വന്നാൽ മതി കേട്ടോ. മഞ്ചേരി ബസ്സിൽ ഇനിയിപ്പോ കാറിൽ വരുന്നുണ്ടെങ്കിൽ പിന്നെ ലൊക്കേഷൻ നിങ്ങൾ വിട്ടു കൊടുത്താൽ മതി. ഫോണിൽ വാട്സാപ്പിൽ ലൊക്കേഷൻ വിട്ടു കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു സണ്ണി, നിസാൻ സണ്ണി നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. 2000 എത്ര മോഡലാണ്? 2011 മോഡലാണ്. ഡീസലാണ് അല്ലേ? പെട്രോൾ വണ്ടിയാണ്. ഓക്കെ, വണ്ടി ഇത് എത്ര ഓടിയിട്ടുണ്ട്? വണ്ടി ഇത് ഓട്ടം ചില്ലറ ഓടിയിട്ടുള്ളൂ. ഓക്കെ, വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2011 പെട്രോൾ, നല്ല ക്വാളിറ്റി വണ്ടിയാണ്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ? ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി. ഇത് എത്ര ചോദിക്കും നിങ്ങള്? ഇത് നമ്മൾ 2.10 ചോദിക്കുന്നുണ്ട്. 2.10 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. 1.90 കൊടുക്കും. 2011 മോഡല് നിസാൻ സണ്ണി പെട്രോൾ വണ്ടിയാണ്. 1.90 തരും കേട്ടോ. ഫുള്ള് ലോൺ, ഉറപ്പ് വേണ്ട. ലോണ് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ നമ്മൾ പറയുന്നില്ല. അല്ല, ഇത് 2011 ചാൻസ് കുറവാണ്. എന്തായാലും 10-20 ഉറപ്പ് വേണ്ടി വരും അല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര? ഇത് 2009 ഒക്കെ. പേപ്പറൊക്കെ പേപ്പർ 29 വരെ ഉണ്ട്. റിന്യൂവൽ ചെയ്തിരുന്നു. ഓക്കെ, വണ്ടി എന്തുപാട്? വണ്ടി ഓൾറെഡി കുഴപ്പമൊന്നുമില്ല, ഉഷാറാ. മെക്കാനിക്കൽ പരമായിട്ട് അടിപൊളിയാണ്. ഇപ്പൊ എടുക്കുന്ന ആൾക്ക് പണിയൊന്നും ചെയ്യാനൊന്നും എണ്ണടിച്ച ഓടാ, അത്രേ ഉള്ളൂ. ഓക്കെ, വണ്ടി ക്വാളിറ്റി ആണ്. ഏകദേശം മാക്സിമം എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? വണ്ടി എന്തായാലും ഒരു 1ന്റെ മേലെ. പഴയ വണ്ടിയല്ലേ, അപ്പൊ ഓട്ടം കുറച്ച് 1.17 ആണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് പഴയ വണ്ടി ആയതുകൊണ്ട് പിന്നെ നമുക്ക് ശരിക്കും പറയാൻ കഴിയില്ല. വണ്ടി ഇപ്പൊ ഉള്ളിടത്തേക്ക് വണ്ടി ക്വാളിറ്റിയാണ്. ഏതൊരാൾക്കും എടുക്കാൻ പറ്റും. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 1.85 ആണ്. 1.85 ചോദിക്കുന്നുണ്ട്. നമുക്ക് 1.75 കൊടുക്കാം. 1.75 കൊടുക്കാം. 1.85 ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു 10 രൂപ കുറച്ച് തരും കേട്ടോ. 1.75 മൂപ്പര് തരാന്ന് പറയുന്നുണ്ട്. മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ശ്രീരാമേ കിട്ടുള്ളൂ. ശ്രീരാം ഫൈനാൻസ്. മാക്സിമം ഫിനാൻസും കിട്ടും കേട്ടോ. മാക്സിമം ഫുള്ള് കിട്ടുമല്ലേ? ഫുള്ള് കിട്ടൂല. 2009 വണ്ടിക്കൊന്നും ഫുള്ള് കിട്ടൂല. ഒരു റുപ്യ 1.25 അത്രേ കിട്ടുള്ളൂ അല്ലേ? ഇല്ലാത്ത പറഞ്ഞാൽ കുറെ ആൾക്കാരെ വെച്ചിട്ടും കാര്യം. അതെ. ഓക്കെ, വണ്ടി വേറെ അപാകങ്ങളൊന്നും ഇല്ല. വണ്ടി നീറ്റാണല്ലേ? ഓക്കെ, അടുത്ത നമുക്ക് ഒരു സ്വിഫ്റ്റ് ഡിസൈർ. സ്വിഫ്റ്റ് ഡിസൈർ എത്ര മോഡലിക്കാ? ഇത് 2012 മോഡൽ. 2012 മോഡലാണ്. ഇത് ഏതാ ഓപ്ഷൻ? വീഡിയോ ഓപ്ഷൻ ആണ്. ഓക്കെ, ഇത് നമ്മള് നേരത്തെ ഇത് ചോദിക്കാൻ വിട്ടേക്കുന്നത്. ഇത് ഡീസൽ പെട്രോൾ വണ്ടി? ഡീസൽ വണ്ടി അല്ല, ഈ റെഡ്. ഓക്കെ, ഡീസലാണ് ഓപ്ഷൻ വരുന്ന. വീഡിയോ. ഓക്കെ, അപ്പൊ ഇത് സ്വിഫ്റ്റ് ഡിസൈറും വീഡിയോ ആണ് ഓപ്ഷൻ വരുന്ന. ഡീസൽ വണ്ടിയാണ്. ഇത് എന്തെങ്കിലും എക്സ്ട്രാ ഒന്ന് കേറ്റിക്കണം വണ്ടിക്ക്? ഇത് പുതിയ മോഡല്, മറ്റേ ബമ്പർ പുതിയ മോഡലാക്കി. പുതിയ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ടല്ലോ വണ്ടി. അതാണ് ബമ്പർ പൊട്ടിയപ്പോ അത് ആക്കിയതായിരിക്കും. നമ്മൾ എടുത്തപ്പോൾ എങ്ങനെയാണ്? അത് ശരി. ഓക്കെ, ഇത് മോഡൽ 2012 ആണ്. ഓപ്ഷൻ വരുന്ന വീഡിയോ ആണ്. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ബമ്പർ ഗ്രില്ലും 2015-16 വരുന്ന മോഡലാക്കിയിരുന്നു. ഓക്കെ, ഓട്ടം 1.35 ഓടിയിട്ടുണ്ട് അല്ലേ? ഇത് കാസർഗോഡ് റേസിനായിട്ടുള്ള വണ്ടിയാണ്. അതെ. ഇതിന് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 3.10 ചോദിക്കുന്നുണ്ടല്ലേ? വില 2.95 കൊടുക്കൂല? ഓക്കെ, എന്തെങ്കിലും വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാം. 2.90 കൊടുക്കാം. 2012 മോഡല് സ്വിഫ്റ്റ് ഡിസൈർ വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ചെയ്തിരിക്കുന്നല്ലേ? ബാക്ക് എല്ലാം ഒരേ മോഡലാണ്. 15-16 ആണെങ്കിലും 12 ആണെങ്കിലും ഒക്കെ ഒരേ മോഡൽ. ഒരു മോഡൽ. അപ്പൊ 2 മാറുള്ളൂ. ഓക്കെ, 2.90 ലാസ്റ്റ് തരും കേട്ടോ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ ഒരു എ സ്റ്റാർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയ്ക്കാ? ഇത് 2010 മോഡലാണ്. 2010 മോഡലാണ്. ഈ വണ്ടി എന്തുപാട്? ഇത് നല്ല വണ്ടിയാണ്. 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ഗൾഫാറിന്റെ അടുത്താണ് കുറച്ച് നിർത്തിയിട്ടുണ്ട് വണ്ടി. ഓട്ടം എത്ര? 76,000. കുറവാണ്. ഓക്കെ, വണ്ടി ക്വാളിറ്റി ആണ്. അപാകതകളില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറയാം അല്ലേ? ഓക്കെ, ഇത് മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ നിലവിൽ എണ്ണടിച്ച് ഓടാം. നിലവിൽ ഓക്കെ, വേറെ ഒന്നും പണിയൊന്നും എടുക്കാനില്ല കേട്ടോ.
എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 1.45 നമ്മൾ ചോദിക്കുന്നത്. 1.45 ചോദിക്കുന്നത്. 1.30 നമുക്ക് കൊടുക്കട്ടോ. 1.30 കൊടുക്കല്ലേ? ലാസ്റ്റ് ആണ് 1.30. അതെ. ഓക്കെ, 1.30 ലാസ്റ്റ് തരും കേട്ടോ. ഇത് ഓപ്ഷൻ എന്റെ മിഡില ഫുൾ LXI വരുന്നത്. LXI ആണ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ് മാത്രം. ഓക്കെ, പവർ വിൻഡോ ഇല്ലല്ലേ? ഓക്കെ, അപ്പൊ 1.40 ഒരു അൾട്ടോ എടുക്കുന്ന ആൾക്ക് ബെസ്റ്റ് ആണ്. എന്താണ് ഇതിന്റെ എഞ്ചിന് K സീരീസ് എഞ്ചിനാണ്. K സീരീസ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മള് വാഗണറിലൊക്കെ വരുന്ന എഞ്ചിൻ. വാഗണറിലൊക്കെ വരുന്നത്. അതിന് മൈലേജ് കുറച്ച് കൂടുതലാണെന്ന് പറച്ചില്. 18 കിലോമീറ്റർ ഒക്കെ മൈലേജ്. ഇതിലിപ്പോ ആ ഒരു മൈലേജ് കിട്ടും. കിട്ടും. A സ്റ്റാറിൽ 2 എഞ്ചിൻ വരുന്നുണ്ട്. K സീരീസ് അല്ലാത്ത എഞ്ചിന് മൈലേജ് കുറയും. അതിനിപ്പോ ഈ വണ്ടി അല്ലെങ്കിലും ആൾക്കാർ എടുക്കണോല് ശ്രദ്ധിക്കേണ്ട കേസാണ്. K സീരീസ് എഞ്ചിൻ പോയി എടുക്കുക. അതിനാ മൈലേജ് ഉണ്ടാവുള്ളൂ. അതാണ് മൈലേജ് കൂടുതൽ കിട്ടുന്നത്. അപ്പോ ഇതിൽ മൈലേജ് കൂടുതൽ കിട്ടും. വേറെ പണിയൊന്നും എടുക്കാനൊന്നുമില്ല. ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി. 1.35 ലാസ്റ്റ് കൊടുക്കും അല്ലെ? 1.30 കൊടുക്കാം. 1.30 ലാസ്റ്റ് കൊടുക്കും. അതെ, ഒരു അൾട്ടോന്റെ ഒക്കെ ടീമിനാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതെ, ചെറിയ പൈസക്ക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു വണ്ടി അല്ല. ഒരു 75 രൂപ നമുക്ക് ലോൺ ചെയ്ത് നോക്കാം. ഓക്കെ, 75 രൂപ ലോണും കിട്ടും. ഇവിടെ നമുക്ക് ഒരു 7 സീറ്റർ വണ്ടി നമുക്ക് നോക്കാം. സ്കോർപിയോ ആണ്. സ്കോർപിയോ കുറെ ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇങ്ങനത്തെ വണ്ടി ചോദിച്ചു നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടോ. ഇത് മോഡൽ എത്ര? ഇത് 2008 മോഡൽ. 2008 മോഡലാണ്. വണ്ടി എന്ത് പാട്? വണ്ടി കുഴപ്പമൊന്നുമില്ല. എഞ്ചിനൊക്കെ ഉഷാറാണ്. ഉഷാറല്ലേ? എന്തെങ്കിലും മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. CID എഞ്ചിനാണ്. എഞ്ചിനാണ്. പിന്നെ ഇതിനെ പറ്റി പിന്നെ ആൾക്കാർ അറിയുന്നവർക്ക് അറിയാം. കാരണം എന്താ വെച്ചാൽ ഇത് അത്രയും ഒരു പയല് ഒരു പുലിയല്ല ഈ വണ്ടി അല്ല. ഇത് പേപ്പർ എത്ര വരെ ഉണ്ട്? 28 വരെ പേപ്പർ കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസ് ഉണ്ട്. 1 മാസമായിട്ടുള്ളൂ. പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തിക്കണ്. പിന്നെ വണ്ടി നോക്കട്ടെ, ഇൻഷുറൻസ് അല്ലേ? അതെ, 10 രൂപ ഇൻഷുറൻസ് വരും. 800 വരും. അതെ. ഇത് മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാവില്ല. ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ എടുക്കുന്ന ആൾക്ക് എണ്ണച്ചോടാ. നല്ല ഓടിക്കാനൊക്കെ നല്ല സുഖമല്ല വണ്ടി. ഓക്കെ, പണിയും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നീറ്റാണ്. ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട്. സീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഈ 2008 അല്ലേ പറഞ്ഞത് മോഡൽ? 2008. എത്ര ഇത് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2.4 നമ്മൾ ചോദിക്കുന്നത്. 2.4 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. 2.10 കൊടുക്കും. 2.10 കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ 2.4 ചോദിക്കുന്നുണ്ട്. 2.10 തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മുജീബ് ക എല്ലാ വണ്ടിന്റെ അതായത് നമ്മൾ ഇവിടെ ചോദിക്കുന്ന വിലയും നമ്മൾ കൊടുക്കുന്ന വിലയാണ് മൂപ്പർ ഇവിടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ വീഡിയോയിൽ വിളിച്ച്, അതായത് നിങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് ഇപ്പോ മൂപ്പരോട് അത്രക്ക് തരുമോ ഇത്രക്ക് തരുമോ എന്ന് ചോദിക്കണ്ട. നിങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇവിടത്തേക്ക് വന്നാൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് പറയുന്നതിനേക്കാൾ എന്തായാലും ഒരു 10 രൂപ കുറച്ച് തരും. കൊടുക്കൂല? ഒരു 10 രൂപ എന്തായാലും കുറച്ച് തരും. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. 2011 മോഡലാണ്. ഡീസലാണ്. ഓക്കെ, LDA ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, വണ്ടി എന്ത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വണ്ടി ക്വാളിറ്റി ആണ്. തട്ടുമുട്ട് വർക്ക് ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചാപ്പൊളി വണ്ടി എന്ന് പറയാം. എഞ്ചിനൊക്കെ നല്ല കണ്ടീഷൻ വണ്ടി. എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കണ 2.10 ആണ്. 2.10. 1.90 കൊടുക്കും. ഓക്കെ, 1.90 കൊടുക്കാം. ഇത് ഫുള്ള് ലോൺ കിട്ടോ? ഇല്ലല്ലേ? നമുക്ക് മാക്സിമം ലോൺ ചെയ്തു. 50 രൂപ കൂട്ടേണ്ടി വരും അല്ലേ? ഒരു 30-40 രൂപയൊക്കെ നമുക്ക് ചെയ്തു. ഇവിടെ നമുക്ക് നല്ലൊരു അടിപൊളി ആൾട്ടോ 800 നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാ? ഇത് 2019 മോഡൽ 20 റേസർ. ഓക്കെ, വണ്ടി എന്ത് പാട്? വണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ആലുവ പോലത്തെ വണ്ടിയാണ്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓക്കെ, വണ്ടി എയർ ബാഗ് ABS വരുന്ന വണ്ടി കേട്ടോ. എയർ ബാഗ് ABS. ഇത് ഓപ്ഷൻ VXI അല്ലല്ല, LXI ആണ്. പക്ഷെ ഇത് എയർ ബാഗും പിന്നെ 19 എയർ ബാഗ് ABS. അതെ, എയർ ബാഗും ABS വരുന്നത് 19 മോഡൽ 20 റേസർ. ഓക്കെ. ഇത് എത്ര ചോദ്യമാണ്? ഇത് നമ്മൾ ചോദിക്കുന്നതൊക്കെ 3.10 ആണ്. 3.10 ചോദിക്കുന്നത്. ലാസ്റ്റ് 2.95 കൊടുക്കും. 2.95 കൊടുക്കും. 2019 മോഡലാണ്. 20 റേസിനായിട്ടുള്ള ആകെ ചെറിയ ഓട്ടോ. ആകെ 48 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. വേഗം നോക്കിക്കളി. 2.95 ലാസ്റ്റ് കൊടുക്കാന്ന് പറയുന്നുണ്ട്. 2.70 വരെ 2.45 വരെ ലോൺ കിട്ടും. 20,000 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റും ഈ വണ്ടി. ഇവിടെ സ്വിഫ്റ്റ് ഡിസൈർ നോക്കാം. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടിയാണ്. ഓപ്ഷൻ തന്നെ VDI ആണ്. ഓക്കെ, എത്ര മോഡൽ? 2010 മോഡൽ. 2010 മോഡൽ പയതാണ് അല്ലേ? ഓക്കെ, വണ്ടി എന്ന് പാട്? വണ്ടി കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വണ്ടി മെക്കാനിക്കൽ പരമായിട്ട് ഒരു കുഴപ്പമില്ല. എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, ഇപ്പോഴത്തെ കണ്ടീഷനിലൊന്നും. എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 1.90 നമ്മൾ ചോദിക്കുന്നത്. 1.90 ചോദിക്കുന്നത്. 1.75 നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതിനൊരു ലോൺ കിട്ടുമല്ലേ? ഇനിയിപ്പോ ഒരു വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പറയുകയാണെങ്കിൽ ഒരു പാർട്ടി വരുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. റിഡ്സ് കാർ നമുക്ക് പരിചയപ്പെടാം. ബ്ലാക്ക് കളറാണ്. റയർ പീസ് ആണ്. പിന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ, അതുപോലെ തന്നെ ഡാഷ് ബോർഡ് ഒക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സെറ്റ്. എല്ലാ സെറ്റും ഉണ്ട് കേട്ടോ വണ്ടിയിൽ. വണ്ടി കാണാൻ തന്നെ നല്ല ലുക്കുള്ള വണ്ടിയാണ്. എത്ര ഇത് മോഡൽ? ഇത് 2009 മോഡൽ. 2009 മോഡലാണ്. പേപ്പർ കാര്യങ്ങളൊക്കെ 29 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ വണ്ടി മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഫുൾ ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, ഇത് പെട്രോൾ വണ്ടി അല്ലേ? ഓപ്ഷൻ തന്നെ VXI അല്ലേ? VXI ഓപ്ഷനിലാണ് വണ്ടി വരുന്നത്. തട്ടുമുട്ട് പേർക്ക് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല.
ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കണം 1.85 നമ്മൾ ചോദിക്കും. 1.85 ചോദിക്കുന്നത്. വില 1.75 കൊടുക്കാം. 1.75 കൊടുക്കും അല്ലേ? ഓക്കെ, നല്ലൊരു മുതലാണ് കേട്ടോ. 1.75 എടുക്കാൻ പറ്റിയ മുതലാണ്. അപ്പോൾ നിങ്ങൾ വന്ന് ഇവിടെ വണ്ടി നോക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ കേട്ടോ. കാരണം വണ്ടി നല്ല ക്വാളിറ്റി ആണ്. പിന്നെ ഓടിക്കുമ്പോ ഒരു പുതിയ വണ്ടിന്റെ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നോക്കിക്കളി. അപ്പൊ അടുത്തത് ഒരു സ്വിഫ്റ്റ് ഡിസൈർ നമുക്ക് പരിചയപ്പെടാം. ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന വണ്ടിയാണ്, നല്ല കാണാൻ ഭംഗിയുണ്ട്. ഇത് എത്ര മോഡലിക്കാം? ഇത് 2012 മോഡൽ. 2012 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് VDI ഡീസലാണ് വണ്ടി. എത്ര ഓടിണ്ടാവും? ഇത് ഓട്ടം 1 സംതിങ് ഓടിക്കണല്ലോ. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? 1.20 അങ്ങനെ തോന്നുന്നു. 1.20 റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ലല്ലോ. മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. ബ്ലാക്ക് റിയർ പീസ് ഇറങ്ങിയിട്ടുള്ളൂ, കുറച്ച് ബ്ലാക്ക് ഇറങ്ങി. ഓക്കെ, റയർ പീസാണ് ബ്ലാക്ക്. നമ്മൾ നേരത്തെ കാണിച്ച ഈ റിഡ്സിലും ബ്ലാക്ക് അങ്ങനെ കിട്ടില്ല വണ്ടി. അതുപോലെ തന്നെ ഇത് വണ്ടി വേറെ അപാകങ്ങളൊന്നും ഇല്ല. എത്ര കൊടുക്കുക ഇത്? ഇത് നമ്മള് ചോദിക്കണ 3.30 3.30 ചോദിക്കേണ്ട വില ഒരു 3.10 കൊടുക്കും. 3.10 കൊടുക്കല. 2012 മോഡൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ. 3.10 ലാസ്റ്റ് ആണ് പറയുന്നത്. പിന്നെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും വില കുറച്ച് തരും. അതുപോലെ തന്നെ ഫിനാൻസ് 10-50 ഇറക്കാൻ പറ്റുമല്ലോ ഇത് വണ്ടി? ഇത് നമുക്ക് 2.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 2.25 വരെ ലോൺ കിട്ടും. അപ്പൊ പിന്നെ 10-20 ഇറക്കല്ലോ. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ആൾട്ടോ കാർ നമുക്ക് പരിചയപ്പെടാം. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അതുപോലെ തന്നെ കാണാനും നല്ല ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ. ഇപ്പൊ നിലവിൽ പണിയും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള മെക്കാനിക്കൽ പരമായിട്ട് ഫുള്ളാണ്, കണ്ണടിച്ചോടാ. അതുപോലെ തന്നെ ഉള്ളില് പുതിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ AC ഇത് LXA LXA ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ടോ? വരുന്നില്ല, നിങ്ങൾ ചെയ്തിരിക്കണം. ഇല്ലല്ലോ, AC പവർ സ്റ്റിയറിംഗ് മാത്രമാണ്. അത്യാവശ്യം 4 കട്ടുള്ള ടയർ ഉണ്ട്. ഇത് മോഡൽ എത്ര ആണ്? 2010 മോഡലാണ്. 2010 മോഡലാണ്. LX ആണ് ഓപ്ഷൻ, അല്ല LXI ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി വേറെ എന്തെങ്കിലും മേജർ ആയിട്ട് ഒന്നും ഇല്ലല്ലോ? കംപ്ലൈന്റ് ഒന്നുമില്ല, പക്കാണല്ലേ? എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കണം 1.10 ചോദിക്കുന്നുണ്ട്. വില 95 രൂപ കൊടുക്കും. 95 രൂപ കൊടുക്കാം. 2010 മോഡല് LXI ആണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. 1.10 ചോദിക്കണ്ടെങ്കിൽ 95 രൂപക്ക് തരാന്ന് മൂപ്പര് പറയുന്നുണ്ട്. ഇത് 2-3 മാസം കഴിഞ്ഞാൽ റിന്യൂവൽ ചെയ്യാണ്ട്. റിന്യൂവല് നിങ്ങൾ ചെയ്യേണ്ടി വരും കേട്ടോ. ഒരു 10 രൂപ നിങ്ങൾ കാണേണ്ടി വരും. 2010 വില ആയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഇപ്പൊ എണ്ണടിച്ച് ഓടാൻ മാത്രമേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. പിന്നെ ഉള്ളു നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ അത് ഒന്നും ചെയ്യാനില്ല. ഇല്ല, എങ്ങനെ കൊണ്ടുപോയ റിന്യൂവലും കിട്ടും. അതെ, വണ്ടി കാണാൻ നല്ല വൃത്തിയിലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിക്കാളി കേട്ടോ. ജനപ്രിയ വണ്ടിയായ എർട്ടിക വണ്ടിയാണ്. ഡീസൽ അല്ലേ വണ്ടി? ഓക്കെ, ഓപ്ഷൻ തന്നെ VDI അല്ലേ? ഓക്കെ, ഇത് മോഡൽ എത്ര? ഇത് 2015 മോഡൽ. 15 മോഡലാണ്. വണ്ടി അപകടമൊന്നും ഇല്ലല്ലോ? വണ്ടി നല്ല വണ്ടി, നല്ല കാര്യങ്ങളൊന്നുമില്ല. തേർഡ് ഓണർ വണ്ടിയാണ്. ഓക്കെ, തേർഡ് ഓണറാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ് അല്ലേ? ഡീസൽ ആകുമ്പോൾ ഒരു മൈലേജും കിട്ടും. മൈലേജ് ഉണ്ടാവും, 18-20 മൈലേജ് ഉണ്ടാവും. ഓക്കെ, ഈ ടാക്സിക്കാർക്കൊക്കെ ഇത് ടാക്സി പെർമിറ്റ് ഒക്കെ എടുക്കാൻ പറ്റൂലേ വണ്ടിയിൽ? ഓക്കെ, 2015 മോഡൽ അല്ല? 15 മോഡൽ. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മൾ 5.25 ചോദിക്കണം. 5.25 ചോദിക്കേണ്ട വില കുറയും. നമുക്ക് ഒരു 5.10 കൊടുക്കാം. 5.10 കൊടുക്കാം. മാക്സിമം നമുക്ക് കിട്ടുന്നിടത്തോളം ലോൺ ചെയ്ത് കൊടുക്കാം. ലെവലിലൊക്കെ ലോൺ. ഓക്കെ, 2015 ആണ് ഓപ്ഷൻ പിന്നെ VDI ആണ്. 5.10 ചോദിക്കേണ്ട വില കുറച്ച് തരും. റേറ്റ് അല്ല, മാക്സിമം ഫിനാൻസും കിട്ടും. ഇവിടെ നമുക്ക് ഒരു മാരുതിന്റെ XS4 IX×4 അല്ലേ? IX×4. ഓക്കെ, ഇത് എത്ര മോഡൽ? ഇത് 2011 മോഡൽ. 2011 മോഡലാണ്. ഇത് ഡീസൽ വണ്ടി? ഡീസൽ വണ്ടിയാണ്. എന്തുപാട് വണ്ടി? മെക്കാനിക്കൽ വണ്ടി ഒക്കെ ഫുൾ ക്ലിയർ. മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ. എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, മെക്കാനിക്കൽ ഇതൊന്നും ചെയ്യില്ല. സീറ്റുകളൊക്കെ പുതിയത് അടിച്ചിട്ടുണ്ട്. ഇത് ഒരു സെഡാൻ വണ്ടിയാണ്. നല്ല മൈലേജും കിട്ടും. അത്യാവശ്യം മൈലേജും കിട്ടും. എത്ര ചോദിക്കണേ നിങ്ങൾ? ഇത് നമ്മൾ ചോദിക്കുന്നത് 2011 മോഡൽ 1.90. 2011 മോഡലാണ്. 1.90 ആണ് ചോദിക്കുന്നത് അല്ലേ? അതിന് എന്തെങ്കിലും കുറേ ഉണ്ടോ? നമുക്ക് 1.70 കൊടുക്കാം. 1.70 കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ 1.70. ഇത് സെർട്ട് ഫിനാൻസ് ഒക്കെ കിട്ടൂല്ലേ? ബാങ്ക് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. 2011 വണ്ടിയല്ലേ? ഓക്കെ, 1.25 കിട്ടും. 1.70 ലാസ്റ്റ് തരും കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിക്കാളി കേട്ടോ. ഇവിടെ നമുക്ക് നല്ലൊരു അടിച്ചപ്പൊളി റയർ പീസും നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് ബലോനോ ആണ്. പുതിയ മോഡൽ ബലോനോ അല്ല, പഴയ മോഡൽ ബലോനോ ആണ്. മാരുതിന്റെ വണ്ടിയാണ്. ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്താൽ പ്രേക്ഷകർക്ക്. ഓൾഡ് ഈസ് ഗോൾഡ് ആണ്. ഓൾഡ് ഈസ് ഗോൾഡ്. 2005 മോഡൽ. റിയർ പീസാണ്. അങ്ങനെ കിട്ടാനില്ല. ഈ പീസ് എവിടെ കിട്ടാലോ? ഇത് പെട്രോൾ വണ്ടിയാണ്. ഏകദേശം മൈലേജ് എത്ര കിട്ടും? ഇതൊക്കെ ഒരു മോഹവിലയാണ്. ഇത് മൈലേജ് ആരും നോക്കില്ല. ഈ ചെക്കന്മാരെല്ലാം കണ്ടാലും എടുത്തു പോകും. കാരണം എന്താ വെച്ചാല് അത്രയും കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. മറ്റേ ഫാൻസി നമ്പർ ഉണ്ട്, കാര്യങ്ങളുണ്ട്. മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത് വന്നടിച്ച ഓടാന്നല്ലാതെ വേറെ പണിയില്ല. പേപ്പർ കാര്യങ്ങളൊക്കെ എന്ത് പേപ്പർ കാര്യങ്ങൾ നമ്മൾ ടാക്സ് പുതിയത് അടച്ചു കൊടുക്കും. പുതിയത് എടുത്തു കൊടുക്കും അല്ലേ? ഓക്കെ, എല്ലാം എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 95 രൂപ കൊടുക്കില്ല. 95 രൂപ ലാസ്റ്റ് കൊടുക്കും. ഓക്കെ, നല്ല നമ്പർ ഫാൻസിയാണ്. 7 നമ്പർ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിച്ചപൊളിയാണ്. പിന്നെ 4 കട്ടുള്ള ടയർ, അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് സീറ്റ് കവറൊക്കെ നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ സെറ്റ്, പിന്നെ ഇതൊക്കെ ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ വണ്ടി.
അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിയാൽ കേട്ടോ. ഇവിടെ സ്പാർക്ക് നമുക്ക് നോക്കാം. ചവർ ലൈറ്റിന് വണ്ടിയാണ്. എത്ര മോഡൽ ഇത്? 2010 മോഡൽ. 10 മോഡലാണ്. പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ. ഓക്കെ. ഇത് പേപ്പർ കാര്യങ്ങളൊക്കെ പുതുക്കിക്കണം? ഇല്ല, പുതുക്കിയില്ല. എടുക്കുന്ന ആൾ പുതുക്കണ്ടല്ലോ. ഓക്കെ. എത്ര ചോദിക്കും? ഇത് നമ്മള് 75 രൂപ ചോദിക്കുന്നുണ്ട്. വണ്ടി എന്തുപാട് ക്വാളിറ്റി? വണ്ടി കുഴപ്പമൊന്നുമില്ല സാർ. തട്ടുമുട്ട് ആ ഒരു ഡോക്ടർ യൂസ് ആക്കിയ വണ്ടിയാണ്. വണ്ടി പെട്രോൾ വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം 10-15 മൈലേജ് കിട്ടും. കിട്ടൂല്ലേ? ഒരു ചെറിയ പൈസ വണ്ടി, ഒരു മയം വെയിലും കൊള്ളാതെ നടക്കാൻ വേണ്ടിട്ടുള്ള അല്ല. അത് ഓടിക്കണം നല്ല സുഖമുള്ള വണ്ടിയാണ്. അതെ അതെ. ഓക്കെ. 75 രൂപ ചോദിക്കുന്നുണ്ടെങ്കിൽ വില കുറയൂലേ? വില കുറക്കാം. നമുക്കൊരു 67 രൂപ കൊടുക്കാം. 60-50 ആവും ചിലപ്പോൾ. വന്ന് നോക്കിയാലേ 67 രൂപ കൊടുക്കാം. നാനോ ടിസ്റ്റ് നമുക്ക് മെച്ചപ്പെടാം. ഇത് ഡിക്ക് ഉള്ളതാണ്. ഡിക്ക് ഓപ്പൺ ഉള്ളതാണ്. വണ്ടി എന്ത് പഠിക്കാം? ഇത് 2015 മോഡലാണ്. 2015 മോഡലാണ്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ 50 കീഴ്പോട്ട് ഓടിയിട്ടുള്ളൂ. 50 ഉള്ളിലാണല്ലോ. ഓക്കെ. വണ്ടി റീപ്ലേസ് ഒന്നുമില്ല, തട്ടുമുട്ടൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് സെക്കൻഡ് ഓണർ ആണ്. നമ്മൾ ചോദിക്കുന്നത് 1.30 ചോദിക്കും. വില കുറച്ച് കൊടുക്കും അല്ലേ? വില നമുക്ക് 1.25 കൊടുക്കും. 1.25 കൊടുക്കാം. നമ്മളൊക്കെ പിന്നെ 5 രൂപയൊക്കെ എല്ലാം കുറക്കാൻ പറ്റും. ചെറിയ വണ്ടി. അതെ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയോ കേട്ടോ. മഞ്ഞക്കിളി എത്ര മോഡലിക്കാ? മഞ്ഞക്കിളി 2011 മോഡൽ. 2011 മോഡലാണ്. പിന്നെ ഇത് ഡിക്കില്ലാത്ത ടൈപ്പ് അല്ലേ? ഡിക്കില്ല. 2 ഡോർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് ഇല്ല. AC 2 ഡോർ പവർ വിൻഡോ ഉണ്ട് അല്ല? ഓക്കെ. വണ്ടി എന്ത് പാടിയത്? വണ്ടി കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? വണ്ടി ഇതിന്റെ മുമ്പിലൊന്നും ഇടിച്ചാൽ ഒന്നാവില്ല കേട്ടോ. ഫ്രണ്ടില് തട്ടിയാൽ ഒന്നാവില്ല. അത്രയും പക്കാണ് ഈ നാനോ കാർ. ഇത് ഓട്ടത്തിനുണ്ടാവും? ഓട്ടോ 68 ഓടിയിട്ടുണ്ടല്ലേ? ഓണർഷിപ്പ് തന്നെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി നിലവിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 50 രൂപ ചോദിക്കണം. 40 രൂപ 40 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ സ്കൂട്ടിന്റെ വില ഒരു പഴയ സ്കൂട്ടിന്റെ വില. അതെ. സെക്കൻഡ് സ്കൂട്ടർ അല്ല, ബൈക്ക് എന്നറിയാം. ബൈക്കിന്റെ വില. സ്കൂട്ടറിന് ഇപ്പൊ 10-50 രൂപ കൊടുക്കാണ്ട് കിട്ടൂല. നല്ല വണ്ടിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോ വേണം വിളിച്ചോ. അടുത്ത ഇത് നമുക്കൊരു പർപ്പിൾ കളറിൽ, മുന്തിരി കളറിൽ, ഒരു മുന്തിരി കളറിൽ വരുന്ന നാനോ കാർ നോക്കാം. ഇത് മോഡൽ ഇത് 2017 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. 2017 ഓട്ടോമാറ്റിക്. അപ്പോൾ ഡിക്ക് ഉള്ളതാണ്. ഓക്കെ. എന്തുപാട് വണ്ടി? എത്ര ഓട്ടോ? സെക്കൻഡ് ഓണർ 68 ഓട്ടം. വണ്ടി റീപ്ലേസ് ഇല്ല. എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കണം 1.85 ചോദിക്കുന്നുണ്ട്. ലോൺ കിട്ടുമോ അതിന്? ലോണൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് കിട്ടുള്ളൂ കേട്ടോ. സാധായിട്ട് തന്നെ ഫസ്റ്റ് ഇറങ്ങിയുണ്ട്. ഓക്കെ. ഇത് മോഡൽ എത്ര? 2008 2008 മോഡലാണ്. വണ്ടി എന്ത് പഠിക്കാം? വണ്ടി കുഴപ്പമൊന്നുമില്ല. കാണാൻ നല്ല വൃത്തിയുണ്ട് വണ്ടി. പിന്നെ ഇതിന്റെ മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും ചെയ്യാം? ഓക്കെ. ഇത് എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കണത് 1.20 നമ്മൾ ചോദിക്കുന്നത്. 1.20 ചോദിക്കുന്നുണ്ട്. 1.10 നമുക്ക് കൊടുക്കാം. 1.10 കൊടുക്കാം. ഓക്കെ. 2000 ഇപ്പൊ പേപ്പർ കാര്യങ്ങളൊക്കെ പിന്നെ റിന്യൂവൽ ആയതാണോ ഇത് വണ്ടി? 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ ഉണ്ടല്ലേ? ഓക്കെ. ഇത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. പക്ക വണ്ടിയാണ്. ഓക്കെ. എത്ര ലാസ്റ്റ് ഫൈനൽ റേറ്റ് ഒന്ന് പറഞ്ഞാൽ? 1.10 മുറിക്കല്ലേ? 1.10 മുറിച്ചാൽ ആൾട്ടോ കാർ നമുക്ക് നോക്കാം. ഒരു ബ്ലാക്ക്. ഇത് ഒറിജിനൽ കളർ തന്നെ? കമ്പനി കളർ തന്നെ. എത്ര മോഡൽ ഇതിന്റെ? 2005 മോഡൽ 6 റേസ്. 2005 മോഡൽ 6 റേസ്. കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ വണ്ടി. ആകെ 99,000 ഓടിയിട്ട് പക്ക വണ്ടിയാണ്. നല്ല വണ്ടി അല്ലേ? ഒരു റീപ്ലേസ് ഇല്ല. 2005 മോഡൽ 6 റേസിനായിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് റീപ്ലേസ് ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കോ? അത്രയും പക്ക വണ്ടി മൂപ്പര് പറയുന്നത്. വേണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കാല് ഒരു റീപ്ലേസ് ഇല്ല. വണ്ടി മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഫുള്ള് ക്ലിയർ ആണ്. ഇഞ്ചർ റൂം ഒക്കെ കണ്ടാല് 2012 അൾട്ടോന്റെ ലുക്ക് ഉണ്ട് ഉണ്ടല്ലേ? മോഡൽ കൂടിയ വണ്ടിന്റെ ആ ഒരു ഇതാണ് കാണുന്നത്. വണ്ടി നല്ല ക്ലിയർ വണ്ടി കേട്ടോ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കണ 80 രൂപ. 77 നമുക്ക് കൊടുക്കാം. ഇതിന് പിന്നെ കുറെ കുറക്കാനൊന്നുമില്ല. 77 കൊടുക്കാം അല്ല? 2005 മോഡൽ 6 റേസിനായിട്ടുള്ള വണ്ടി. ഇത് ഓപ്ഷൻ തന്നെ LX ഒരു മാസം കൂടെ ഉള്ളൂ. നമുക്ക് പുതിയത് എടുത്ത് കൊടുക്കാം. റിന്യൂവൽ ഡേറ്റ്? റിന്യൂവൽ അല്ല, ഇൻഷുറൻസ്. റിന്യൂവൽ എത്ര വരെ ഉണ്ട്? ഒരു കൊല്ലത്തിന് മേലെ. ഒരു കൊല്ലത്തിന് മേലെ ഉണ്ട്. ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു കൊടുക്കും. പിന്നെ അതല്ല, ഇത് AC പവർ സ്റ്റിയറിംഗ് എന്തൊക്കെയാണ്? AC പവർ സ്റ്റിയറിംഗ്. പവർ വിൻഡോ ഒന്നും ചെയ്തില്ല. LX ആണ് ഓപ്ഷൻ. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. 77,000 രൂപക്ക് ഫൈനൽ